അങ്ങനെ തിരഞ്ഞെടുപ്പ് അറിഞ്ഞ ഘട്ടത്തിൽ ഇനി കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ എങ്ങനെയായിരുന്നു, കേരളത്തിൽ എങ്ങനെയാണ്, ദേശീയതലത്തിൽ മുന്നണികൾ എങ്ങനെയാണ് സീറ്റുകളൊക്കെ പങ്കിട്ടെടുത്തത് എന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. കേരളത്തിൻ്റെ സാഹചര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലെ. ഇത് ഇങ്ങനെയാണ്. 2019 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 15 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുന്നു. മുസ്ലിം ലീഗിന് 2 സീറ്റ് ലഭിക്കുന്നു. കേരള കോൺഗ്രസിന് 1 സീറ്റ്, RSPക്ക് 1 സീറ്റ് എന്നതാണ് UDFിൻ്റെ ഒരു കരുത്ത്. CPMനെ സംബന്ധിച്ച് LDFിൽ അന്ന് ആലപ്പുഴയിൽ നിന്ന് ആരിഫ് മാത്രമാണ് ജയിച്ചത്. അതാണ് കന്നലൂര് തരി എന്ന നിലയിൽ ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ട വിജയമാണ്, ഒറ്റ സീറ്റിൽ ഒതുങ്ങി. ഇനി 2014 അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ അന്ന് കോൺഗ്രസിന് 8 സീറ്റ്, അത് 2019 15ആയി. 8 സീറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 2 സീറ്റ് തന്നെ തുടരുന്നു. കേരള കോൺഗ്രസിന് 1, RSPക്ക് 1. അതിലൊന്നും വലിയ മാറ്റമില്ല. കോൺഗ്രസിൻ്റെ സീറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടുതലുണ്ടായത്. LDFിനെ സംബന്ധിച്ച് CPMന് അന്ന് 5 സീറ്റുകളുണ്ടായിരുന്നു, CPIക്ക് 1, സ്വതന്ത്ര 2. അങ്ങനെ 8 സീറ്റുകൾ LDFിനും 2014 ഉണ്ടായിരുന്നു. പക്ഷേ 19 വന്നപ്പോഴേക്കും അത് വളരെ ശുഷ്കിച്ചു പോയി. ഇനി എങ്ങനെയാണ് ദേശീയ തലത്തിൽ NDA മുന്നണി ആദ്യഘട്ടത്തിൽ എതിരാളികൾ UP ആയിരുന്നെങ്കിൽ പിന്നീട് അത് മഹാഗഡ്ബന്ധനായി മാറുന്നു. നമുക്ക് നിലവിലെ സാഹചര്യം നോക്കാം. 2019 തിരഞ്ഞെടുപ്പിന് ശേഷം അന്ന് NDA നേടിയത് 353 BJP അടക്കം മറ്റ് ഘടകകക്ഷികളും ചേർന്ന് 353 സീറ്റുകൾ. UPA കോൺഗ്രസ് നയിക്കുന്ന UPAക്ക് 91 ആണെങ്കിൽ മഹാഗഡ്ബന്ധൻ അത് മറ്റു പാർട്ടികൾ ചേർന്നതായിരുന്നു, അത് 15 സീറ്റുകൾ മാത്രമായിരുന്നു. പിന്നെ മറ്റ് പല ചെറു പാർട്ടികളും സ്വതന്ത്രരും ഒക്കെ അടക്കം 84 അംഗങ്ങളും ഉണ്ടായിരുന്നു 2019. ഇനി 2014 അതിന് മുൻപത്തെ, അതായത് NDAയുടെ മോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുന്ന അപ്പോൾ 336 NDAക്ക് കുറവായിരുന്നു, 2019 കുറവായിരുന്നു. UPAക്ക് അന്ന് 60 സീറ്റുകളായിരുന്നു. ഇടത് പക്ഷത്ത് നിന്ന് 8 സീറ്റുകളുണ്ടായിരുന്നു. അതേഴ്സ് അന്ന് കൂടുതലായിരുന്നു. മറ്റ് റീജിയണൽ പാർട്ടീസ് സ്വതന്ത്രമൊക്കെ അടക്കം 139 പേർ മറ്റിടങ്ങളിൽ നിന്നും ജയിച്ചു വന്നു. ഇനി എങ്ങനെയാണ് ഈ മുന്നണികളുടെ ഒരു പ്രവർത്തനം നോക്കാം. ഇപ്പോൾ മഹാഗഡ്ബന്ധൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ മുന്നണിയിൽ 40ഓളം പ്രതിപക്ഷ കക്ഷികളാണ് ഉള്ളത്. കോൺഗ്രസ് ആണ് അതിനെ നയിക്കുന്നത്. ഒരു പ്രധാന ലീഡ് എടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് തന്നെയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ളവരൊക്കെ ചേർന്നാണ് ഇത് ആദ്യമായി രൂപപ്പെടുന്നത്. അത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്, ജൂലൈ 18, 2023 ജൂലൈ 18 ഇങ്ങനെയൊരു പ്രതിപക്ഷ ഐക്യനിര വേണം, പ്രധാനമന്ത്രിയെ നേരിടാൻ അല്ലെങ്കിൽ NDA നേരിടാൻ ഒരു പ്രതിപക്ഷ ഐക്യനിര വേണമെന്ന ചർച്ചയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ ഇതിന് കരുത്തു പകരുന്ന കോൺഗ്രസിനൊപ്പം തന്നെ മറ്റ് അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ലോക്സഭയിൽ 120 അംഗങ്ങളുടെ പിന്തുണയാണ് നിലവിൽ ഈ മഹാഗഡ്ബന്ധന് ഉള്ളത്. രാജ്യസഭയിൽ വന്നാൽ അത് 91 അംഗങ്ങളുടെ കരുത്തുമാണ് ഉള്ളത്. ഇനി ഇവരുടെ ഈ കോൺഗ്രസിനൊപ്പം തന്നെ ഏറ്റവും ശക്തമായ സാന്നിധ്യങ്ങളായി നിന്നത് തീർച്ചയായും നിതീഷ് കുമാർ ആയിരുന്നു. ഇതിൻ്റെ ചർച്ചകൾ, പ്രാരംഭഘട്ടത്തിലെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നിതീഷ് കുമാറിനെയൊക്കെയാണ് മുന്നോട്ട് നിന്ന് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ നിതീഷ് കുമാർ പെട്ടെന്ന് പാലം വലിച്ചു, അദ്ദേഹം സൈഡ് മാറി, അദ്ദേഹം NDAയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. ഒപ്പം മമതാ ബാനർജി, ബംഗാളിൽ ശക്തമായ സാന്നിധ്യമായ മമതാ ബാനർജി. പക്ഷേ ഇപ്പോൾ സീറ്റ് ഷെയറിംഗ് അടക്കം വന്നപ്പോഴേക്കും ഈ ചർച്ചകൾ അത്ര രമ്യതയിലേക്ക് എത്തിയില്ല. തൃണമൂൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അഖിലേഷ് യാദവിൻ്റെ SP ആണെങ്കിൽ അവർ നേരിട്ട് തന്നെ കോൺഗ്രസുമായി ചർച്ച പോലും കാര്യങ്ങളായി നടത്താതെ തന്നെ അവർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. അതൊക്കെ കോൺഗ്രസിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്രതിപക്ഷ നിരയിലെ ഒരു സൗഹൃദ മനോഭാവത്തോടെ അല്ല കക്ഷികൾ പോകുന്നത് എന്നൊരു വാസ്തവമാണ്. നിലവിൽ ഇനി NDAയിലേക്ക് വന്നാൽ NDAയെ സംബന്ധിച്ച് വളരെ ശക്തമായ ഒരു മുന്നണിയാണ്. 98 മുതലാണ് 40 അംഗങ്ങൾ NDAയെ സംബന്ധിച്ചുണ്ട്. അവരുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം 98 മുതൽ നിൽക്കുന്നു. ചില പാർട്ടികളൊക്കെ ഇടയ്ക്ക് പോയി തിരികെ വന്നു, നിതീഷ് കുമാറൊക്കെ പോയി തിരികെ വന്നാണെങ്കിൽ പോലും കരുത്ത് ചോരാതെ നിലനിർത്താൻ NDA മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. BJP തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ലീഡ് പൊസിഷൻ വഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ NDAയെ സംബന്ധിച്ച് അമിത്ഷാ നമുക്കറിയാം, ചാണക്യൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് BJP ഇങ്ങനെയൊരു വലിയ തരത്തിലുള്ള വിജയത്തിലേക്ക് നയിച്ചത് എന്നതിൽ തർക്കമില്ല. ഒപ്പം തന്നെ നരേന്ദ്രമോദിയും നയിക്കുന്ന, അദ്ദേഹം തന്നെ ഇപ്പോൾ നേരത്തെ ബസന്ത് സൂചിപ്പിച്ച പോലെ ഇത്തവണയും സ്റ്റാർ ക്യാമ്പയിനർ എന്നത് നരേന്ദ്രമോദി തന്നെയാണ്. നിലവിൽ ലോക്സഭയിൽ NDAയ്ക്ക് 351 സീറ്റുകളുണ്ട്. BJPക്ക് മാത്രം നോക്കിയാൽ അത് 303 സീറ്റുകളുടെ പിന്തുണയുമാണ്, അംഗങ്ങളുമാണ് BJPക്കുമുള്ളത്. രാജ്യസഭയിൽ 121 4 സീറ്റുകൾ കൂടി കിട്ടിയാൽ രാജ്യസഭയിലും ഭൂരിപക്ഷം ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് NDA മുന്നണി പോവുകയും ചെയ്യും. നിതീഷ് കുമാറിൻ്റെ വരവ് മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായിരുന്നാൽ അദ്ദേഹം വീണ്ടും ഇപ്പോൾ തിരികെ NDA മുന്നണിയുടെ ഭാഗമായിരിക്കുന്നു. ഒപ്പം തന്നെ BJDയുമായി നവീൻ പട്നായിക്കുമൊക്കെ വളരെ സജീവമായി ചർച്ചകൾ നടക്കുന്നു.
ചന്ദ്രബാബു നായിഡു ഒരു കാലത്ത് സഖ്യത്തിലുണ്ടായിരുന്നു, പിന്നീട് വേർപെട്ടു പോയതാണ്. ഇപ്പോൾ TDP വീണ്ടും NDAയ്ക്കൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവായി നേരത്തെ സഖ്യത്തിലുള്ള പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടി, അതും അവർ രണ്ടുപേരും BJPയുമായി ചേർന്ന് NDA മുന്നണിയായി തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി, അതായത് 400+ എന്ന ലക്ഷ്യത്തിലേക്ക് തങ്ങളിൽ നിന്ന് വിട്ടുപോയവരെയൊക്കെ ചേർത്ത് നിർത്താനുള്ള BJPയുടെ ശ്രമങ്ങൾ വിജയകരമായി മുന്നോട്ട് പോകേണ്ട. ഇനി ശിരോമണി അകാലിദൾ അടക്കമുള്ള പാർട്ടികൾ കൂടി എന്ത് നിലപാടുകൾ വരും ദിവസങ്ങളിൽ സ്വീകരിക്കുമെന്നതുകൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്.